ഇനി നോക്കാം പ്രവാസ ലോകത്തെ വാർത്തകൾ. കുവൈറ്റിൽ വരുമാനത്തേക്കാൾ കൂടുതലായി പണമിടപാട് നടത്തുന്ന വ്യക്തികളും സ്ഥാപനങ്ങളും കർശനമായി പരിശോധനയ്ക്ക് വിധേയരാകും. കള്ളപ്പണം വെളുപ്പിക്കൽ തടയാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് നടപടി. കള്ളപ്പണം വെളുപ്പിക്കലും ഭീകരവാദ ധനസഹായവും തടയാനുള്ള നീക്കത്തിന്റെ ഭാഗമായി കുവൈറ്റ് സെൻട്രൽ ബാങ്ക് പണമിടപാട് നിരീക്ഷണം ശക്തമാക്കി. വാണിജ്യ അക്കൗണ്ടുകൾ മുതൽ വ്യക്തിഗത ബാങ്ക് അക്കൗണ്ടുകൾ വരെയുള്ള ഓൺലൈൻ ഇടപാടുകൾ ഉൾപ്പെടെ എല്ലാ സാമ്പത്തിക ഇടപാടുകളും ഇപ്പോൾ സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടും. ബാങ്കുകളിൽ രേഖപ്പെടുത്തിയ KYC വിവരങ്ങളിൽ സൂചിപ്പിച്ചിരിക്കുന്ന വരുമാന പരിധിയുമായി പൊരുത്തപ്പെടാത്ത ഇടപാടുകൾ നടക്കുന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട വ്യക്തികളുടെ വിശദീകരണവും ആവശ്യപ്പെടും. പണമിടപാടുകൾ സംബന്ധിച്ച് തൃപ്തികരമായ വിശദീകരണം നൽകാത്തവർക്ക് നിയമ നടപടികളും അക്കൗണ്ട് നിയന്ത്രണങ്ങളും നേരിടേണ്ടി വരുമെന്ന് ബാങ്ക് മുന്നറിയിപ്പ് നൽകി. പുതിയ നടപടികൾ ബാങ്കിംഗ് മേഖലയെ കൂടുതൽ സുതാര്യവും ഉത്തരവാദിത്തമുള്ളതുമാക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സാംസ്കാരിക സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയും സൗദിയും അറേബ്യയും ധാരണാപത്രം ഒപ്പുവെച്ചു. ഇരു രാജ്യങ്ങളിലെ സാംസ്കാരിക മന്ത്രിമാർ ചടങ്ങിൽ പങ്കെടുത്തു. റിയാദ് ആതിഥേയത്വം വഹിക്കുന്ന UN ടൂറിസം ജനറൽ അസംബ്ലിയുടെ 26ാമത് സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ ഇന്ത്യൻ സാംസ്കാരിക മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, സൗദി സാംസ്കാരിക മന്ത്രി അമീർ ബദർ ബിൻ അബ്ദുള്ള ബിൻ ഫർഹാനും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് സുപ്രധാന തീരുമാനം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ സാംസ്കാരിക ബന്ധങ്ങൾ ചർച്ച ചെയ്ത ഇരു മന്ത്രിമാരും സാംസ്കാരിക മേഖലയിലെ സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് സംസാരിച്ചു. മ്യൂസിയങ്ങൾ, തിയേറ്റർ, സിനിമ, ഫാഷൻ, സംഗീതം, പാചകകല, വിഷ്വൽ ആർട്സ്, വാസ്തുവിദ്യ, ലൈബ്രറി, സാഹിത്യം, പ്രസിദ്ധീകരണം, പരിഭാഷ, പരമ്പരാഗത കലകളും കരകൗശല വസ്തുക്കളും, അറബി ഭാഷാ വിദ്യാഭ്യാസം തുടങ്ങി വിശാലമായ മേഖലകളിൽ സഹകരണവും സാംസ്കാരിക കൈമാറ്റവും ഉറപ്പാക്കാൻ പുതിയ ധാരണാപത്രത്തിലൂടെ ലക്ഷ്യമിടുന്നു. ഇരു രാജ്യങ്ങളിലെയും സാംസ്കാരിക മേളകളിലും പരിപാടികളിലും പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും ധാരണാപത്രത്തിൽ വ്യവസ്ഥകളുണ്ട്. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റിൽ ട്രാഫിക് നിയമലംഘനങ്ങൾ നടത്തിയാൽ കർശന ശിക്ഷ, 1000 ദിനാർ വരെ പിഴ ചുമത്തുമെന്നും അധികൃതർ അറിയിച്ചു. രാജ്യത്ത് ട്രാഫിക് നിയമലംഘകരെ പിടികൂടാൻ കർശന പരിശോധന ആരംഭിച്ചു. നിയമലംഘനം നടത്തുകയോ ഗതാഗതത്തിന് മനഃപൂർവ്വം തടസ്സമുണ്ടാക്കിയോ അല്ലെങ്കിൽ നിരോധിത സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യുകയോ ചെയ്യുന്ന ഡ്രൈവർമാരെ പിടികൂടിയാൽ വാഹനങ്ങൾ 2 മാസത്തേക്ക് പിടിച്ചെടുക്കും. ഈ കുറ്റങ്ങൾക്ക് നിയമലംഘനത്തിന്റെ ഗൗരവമനുസരിച്ച് 15 മുതൽ 20 കുവൈറ്റ് ദിനാർ വരെ പിഴ ഈടാക്കാനും സാധ്യതയുണ്ട്. ഡ്രൈവർമാർ ലൈൻ മാർക്കറ്റുകളും ട്രാഫിക് ചിഹ്നങ്ങളും അനുസരിക്കാൻ അധികൃതർ ആവശ്യപ്പെട്ടു. ഇത് പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ കോടതിയിലേക്ക് റഫർ ചെയ്യുന്നതിലൂടെ 2 മാസം വരെ തടവും 100 മുതൽ 200 കുവൈറ്റ് ദിനാർ വരെ പിഴയും അല്ലെങ്കിൽ ഈ 2 ശിക്ഷകളും ഒരുമിച്ചോ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇതിനു പകരം 50 കുവൈറ്റ് ദിനാർ പിഴ ഈടാക്കാനുള്ള ഒത്തുതീർപ്പ് ഉത്തരവും നൽകിയേക്കാം. അശ്രദ്ധമായി വാഹനമോടിക്കുന്നവർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷകൾ നേരിടേണ്ടി വരും. ഇതിന് 1 മുതൽ 3 വർഷം വരെ തടവും 600-നും 1000-നും ഇടയിൽ കുവൈറ്റ് ദിനാർ പിഴയും അല്ലെങ്കിൽ ഈ 2 ശിക്ഷകളിൽ ഏതെങ്കിലും ഒന്ന് ലഭിക്കാം. ഇതിനു പകരം 180 കുവൈറ്റ് ദിനാർ ഒത്തുതീർപ്പ് പിഴ ഈടാക്കാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.